ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിംഗർ പ്രിന്റ് സെർച്ചറിൻ്റെ സിലബസിൽ കെമിസ്ട്രി ഇൻ ബയോളജിക്കൽ പ്രോസസ്സസ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ MCQs ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഏതൊരു എക്സാമിനാണെങ്കിലും നമ്മൾ റാങ്ക് മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു റാങ്ക് മേക്കിങ്ങിലോട്ട് എത്താൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ക്വസ്റ്റ്യൻസ്, എത്ര ക്വസ്റ്റ്യൻസ് നമ്മളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നോ അത്രയും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, അതിലൂടെ കണ്ണോടിച്ച് പോകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് MCQസും അതേപോലെ PYQ ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി പ്രൈമറി ഫംഗ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻ ദി ബോഡി? നമ്മുടെ ബോഡിയിലെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ പ്രൊവൈഡ് എനർജി, ആക്ട് ആസ് എൻസൈംസ്, ബിൽഡ് സെൽ മെംബ്രെയിൻസ്? അപ്പോൾ ഇതിൻ്റെ ഓപ്ഷനായിട്ട് ആൻസർ ആയിട്ട് വരുന്നത് എനർജി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പ്രൊവൈഡ് എനർജി ഇതാണ് കറക്റ്റ് ആൻസർ. ബിക്കോസ് കാർബോഹൈഡ്രേറ്റ്സ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അതിന് എന്തായിട്ട് മാറുന്നു? ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു. ഗ്ലൂക്കോസ് ആണ് നമ്മുടെ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്ന എന്താ? കാർബോഹൈഡ്രേറ്റ്സ് ആർ ദി ബോഡീസ് മെയിൻ സോഴ്സ് ഓഫ് എനർജി. ദേ ബ്രോക്കൺ ഡൗൺ ഇൻ ടു ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് എന്താണ്? ഷുഗർ തന്നെയാണ്. C6H12O6. ഓക്കെ, ഷുഗർ ഗ്ലൂക്കോസ് ആണ്. ബിഫോർ ബീയിങ് യൂസ്ഡ് ബൈ ദി സെൽസ്, ആദ്യം അവർ എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസ് ആയിട്ട് അവർ കൺവേർട്ടഡ് ആവുന്നു, കാർബോഹൈഡ്രേറ്റ്സ് കൺവേർട്ടഡ് ആവുന്നു. ഓക്കെ, അതാണ് നമ്മുടെ ബോഡിയുടെ മെയിൻ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻസ്? പ്രോട്ടീൻസിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ഏതാണ്? ഓക്കെ, പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറൽ പോളിമർ. പ്രോട്ടീൻ ഒരു പോളിമർ ആണ്. ദെൻ പോളിമേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് എന്താണ്? മോണോമേഴ്സ്. മോണോമേഴ്സിൽ നിന്നാണ് പോളിമേഴ്സ് ഉണ്ടാകുന്നത് നമുക്കറിയാം. അപ്പോൾ ഈ പോളിമർ ആയിട്ടുള്ള പ്രോട്ടീനിന്റെ മോണോമർ ഏതാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫാറ്റി ആസിഡ്സ് ആണോ, അമിനോ ആസിഡ് ആണോ, ന്യൂക്ലിയോടൈഡ് ആൻഡ് മോണോസാക്കറൈഡ്? ഇതിലേതാണ്? ഫാറ്റി ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫാറ്റ് ആണ് അല്ലേ? ഫാറ്റി ആസിഡ് ഫാറ്റ്സ് ആണ്. സോ ഫാറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് ഒരുമിച്ച് കൂടി ചേർന്നിട്ട് എന്തായിട്ട് മാറും? ലിപ്പിഡ് ആയിട്ട് മാറും. ഓക്കെ, അപ്പം അതല്ല. ദെൻ ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷുഗർ പ്ലസ് ഫോസ്ഫേറ്റ് പ്ലസ് നൈട്രജൻ ബേസ്. ഇത് മൂന്നും കൂടി കൂടിച്ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ന്യൂക്ലിയോടൈഡ് എന്ന് പറയുക. ഓക്കെ, ന്യൂക്ലിയോടൈഡിന് ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ DNA അല്ലെ? DNAയിൽ ഷുഗർ ഉണ്ട്, പെൻറ്റോസ് ഷുഗർ ആണ്. ദെൻ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ദെൻ നൈട്രജൻ ബേസസ് ഉണ്ട്. നൈട്രജൻ ബേസസ് ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. ഇത്രയും നൈട്രജൻ ബേസസ് DNAയിലുണ്ട്. അപ്പൊ ന്യൂക്ലിയോടൈഡ് അല്ല. എന്താണ്? പ്രോട്ടീന്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് DNA ആണോ? ഒരിക്കലും അല്ല. ഓക്കെ, ദെൻ മോണോസാക്കറൈഡ്. മോണോസാക്കറൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ കാർബോഹൈഡ്രേറ്റ് അല്ലേ? അപ്പൊ കാർബോഹൈഡ്രേറ്റ് ആണോ പ്രോട്ടീന്റെ ബിൽഡിംഗ് ബ്ലോക്സ്? അല്ല. ഓക്കെ, സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ്. അമിനോ ആസിഡ്സ് ആർ ദി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് പ്രോട്ടീൻസ്. ഓക്കെ, ഒരുപാട് പ്രാവശ്യം PYQ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ നന്നായിട്ടൊന്ന് നോക്കിയിരിക്കുക. പ്രോട്ടീൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് അമിനോ ആസിഡ്സ് which are their basic building blocks. Okay, move on to next question. What are enzymes? Okay, enzymes important ആയിട്ട് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുള്ള ഒരു ടോപ്പിക് തന്നെയായിരുന്നു. എൻസൈംസ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, എൻസൈംസിന്റെ ആക്ടിവേഷൻ എനർജി എപ്പോഴാണ് അറ്റൈൻ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. സോ വാട്ട് ആർ എൻസൈംസ് എന്ന് ചോദിച്ചാൽ അതിന്റെ കെമിക്കൽ നേച്ചർ എന്താണ്? ഓക്കെ, എൻസൈംസിന്റെ കെമിക്കൽ നേച്ചർ ഏതാണ്? എൻസൈംസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസ് ആണോ, ലിപ്പിഡ്സ് ആണോ, കാർബോഹൈഡ്രേറ്റ്സ് ആണോ, ന്യൂക്ലിക് ആസിഡ്സ് ആണോ? നമുക്കറിയാം എൻസൈംസ് എന്ന് പറഞ്ഞാൽ ദേ ആർ പ്രോട്ടീൻസ്. എൻസൈംസ് ബേസിക്കലി ഏതാണ്? പ്രോട്ടീൻസ് ആണ് അവരുടെ കെമിക്കൽ നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എൻസൈംസിനെ പറയുന്ന വേറൊരു പേര് കൂടി ഉണ്ടല്ലോ, ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. എൻസൈംസ് ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ടു സ്പീഡ് അപ്പ് കെമിക്കൽ റിയാക്ഷൻസ് ഇൻ ദി ബോഡി. അപ്പൊ ശരിക്കും ഒരു കാറ്റലിസ്റ്റ് എന്ത് ചെയ്യുന്നു? നമ്മളതൊരു ഗ്രാഫിക്കലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാറ്റലിസ്റ്റ് ആഡ് ചെയ്യാതെയുള്ളൊരു കെമിക്കൽ റിയാക്ഷൻ നമുക്ക് ഗ്രാഫിക്കലി ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ഈ ഭാഗത്തുള്ളത് റിയാക്ടൻസും ഈ ഭാഗത്തുള്ളത് പ്രൊഡക്ട്സും ആയിരിക്കും. സോ ഇത്രയും ആക്ടിവേഷൻ എനർജി അറ്റൈൻ ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഈ റിയാക്ടൻസ് എല്ലാം പ്രൊഡക്ട്സ് ആയിട്ട് മാറുകയുള്ളൂ. പക്ഷേ വെൻ വി ആഡ് എ കാറ്റലിസ്റ്റ്, ഒരു കാറ്റലിസ്റ്റ് നമ്മൾ ആഡ് ചെയ്താൽ
ആക്ടിവേഷൻ എനർജി ഇത്രയും കൊടുക്കണ്ട, ഇത്ര കുറവ് കൊടുത്താൽ മതി. സോ ഇറ്റ് ലോവേഴ്സ് ആക്ടിവേഷൻ എനർജി. ഓക്കെ, എ കാറ്റലിസ്റ്റ് ലോവേഴ്സ് ആക്ടിവേഷൻ എനർജി ആൻഡ് ദെൻ സ്പീഡ് അപ്പ് ദി കെമിക്കൽ റിയാക്ഷൻ. അല്ലെങ്കിൽ ഒരു കാറ്റലിസ്റ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഓൾട്ടർ ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ഓൾട്ടർ ചെയ്യുക, അതായത് അതിനെ സ്പീഡപ്പ് ചെയ്യുക. ഓക്കെ, അതാണ് ഒരു കാറ്റലിസ്റ്റിന്റെ ഫംഗ്ഷൻ. അങ്ങനെ നമ്മുടെ ലിവിങ് സിസ്റ്റത്തിന്റെ അകത്തുള്ള കാറ്റലിസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? എൻസൈംസ് ആണ്. എൻസൈംസ് ആർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്ന അല്ലെങ്കിൽ സെൽസിന്റെ അകത്ത് നടക്കുന്ന ഒരുപാട് മെറ്റബോളിസം അല്ലെങ്കിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസിന്റെ സ്പീഡിനെ ഓൾട്ടർ ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിയിൽ നാച്ചുറലി പ്രസന്റ് ആയിട്ടുള്ള കാറ്റലിസ്റ്റുകളാണ് എന്ത്? എൻസൈംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is a nucleotide composed of? ഓക്കെ, ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ തൊട്ടുമുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നോക്കാം. ഓപ്ഷൻ എ ഷുഗർ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, അമിനോ ആസിഡ്. ഓപ്ഷൻ ബി ഷുഗർ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, നൈട്രോജിനസ് ബേസ്. ഓപ്ഷൻ സി ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ, നൈട്രോജിനസ് ബേസ്. ഓപ്ഷൻ ഡി അമിനോ ആസിഡ്, റൈബോസ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഇതിലേതാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ഷുഗർ ഉണ്ടാവും, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും, നൈട്രോജിനസ് ബേസ് ഉണ്ടാവും. നൈട്രോജനസ് ബേസുകൾക്ക് എക്സാമ്പിൾ ആണ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. എപ്പോഴും ഒരു കാര്യം ഓർക്കണം, നമ്മുടെ DNA-യിലെ നൈട്രജൻ ബേസുകളാണ് ഇതെല്ലാം. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. RNA-യിലാവുമ്പോൾ ഈ നൈട്രജൻ ബേസുകൾ മാറും അല്ലേ? എപ്പോഴും അഡിനിൻ തൈമിനുമായിട്ടും ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുക. അഡിനിൻ തൈമിനുമായിട്ട് ഡബിൾ ബോണ്ടും ഗ്വാനിൻ സൈറ്റോസിനുമായിട്ട് ട്രിപ്പിൾ ബോണ്ടുമാണ് എപ്പോഴും ഫോം ചെയ്യുക. ഓക്കെ, ഇൻ DNA ആണ് കേട്ടോ. DNA ഈസ് എ ന്യൂക്ലിയോടൈഡ്. DNA-യിലാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. പക്ഷേ RNA ആവുന്ന സമയത്ത് അഡിനിൻ ആരുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുക? ഫോം ഡബിൾ ബോണ്ട് വിത്ത് യുറാസിൽ. ഓക്കെ, ഡബിൾ ബോണ്ട് വിത്ത് യുറാസിൽ. ഓക്കെ, അപ്പോൾ RNA-യിലുള്ളത് യുറാസിലാണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ന്യൂക്ലിയോടൈഡ്സ് കൺസിസ്റ്റ് ഓഫ് എ ഷുഗർ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് എ നൈട്രോജിനസ് ബേസ്. ദേ ആർ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ന്യൂക്ലിക് ആസിഡ്സ്. അപ്പോൾ ന്യൂക്ലിക് ആസിഡ്സിന്റെ ബിൽഡിംഗ് ബ്ലോക്സ് ഏതാണ്? ന്യൂക്ലിയോടൈഡ്. ഓക്കെ, DNA ഈസ് എ ന്യൂക്ലിയോടൈഡ്. അപ്പോൾ ന്യൂക്ലിക് ആസിഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ എല്ലാം തന്നെ ബിൽഡിംഗ് ബ്ലോക്സ് എന്തായിരിക്കും? ന്യൂക്ലിയോടൈഡ്സ് ആയിരിക്കും. ഓക്കെ, സോ ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, നൈട്രോജനസ് ബേസ് ഉണ്ട്. ഒരു കാര്യം കൂടി ഇവിടെ ഓർത്തിരിക്കാം, ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഇല്ലാതെ ഷുഗർ പ്ലസ് നൈട്രോജനസ് ബേസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയോസൈഡ്. ഓക്കെ, ഷുഗർ പ്ലസ് നൈട്രോജൻ ബേസുകളെ മാത്രം വിളിക്കുന്നതാണ് ന്യൂക്ലിയോസൈഡ്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം പറയാം, ന്യൂക്ലിയോസൈഡ് പ്ലസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആണെങ്കിൽ നമുക്ക് അവരെ എന്തെന്ന് വിളിക്കാം? ന്യൂക്ലിയോടൈഡ്. ഓക്കെ, ന്യൂക്ലിയോസൈഡിന്റെ കൂടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ആവുകയാണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ്സ് എ ന്യൂക്ലിയോടൈഡ്. ഓക്കെ, അപ്പോൾ അതിൽ DNA ഷുഗർ ഉണ്ട്, നൈട്രോജൻ ബേസ് ഉണ്ട്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. സോ ഇറ്റ് ഇസ് എ ന്യൂക്ലിയോടൈഡ്. ഓക്കെ, മൂവ് ഓൺ ടു നെക്സ്റ്റ് സ്ലൈഡ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ലിപ്പിഡ്സ് ഇൻ ദി ബോഡി? നമ്മുടെ ബോഡിയിലെ ലിപ്പിഡ്സിന്റെ ഫംഗ്ഷൻ എന്താണ്? ഓക്കെ, ലിപ്പിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാറ്റ് ആണ് അല്ലേ? ഫാറ്റി ആസിഡ്സ് ആണ്. സോ എന്തിനാണ് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ഉള്ളത് എന്നാലോചിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ പ്രൊവൈഡ് എനർജി ആൻഡ് ഇൻസുലേറ്റ് ദി ബോഡി, സ്റ്റോർ ജനറ്റിക് ഇൻഫർമേഷൻ, സ്പീഡ് അപ്പ് കെമിക്കൽ റിയാക്ഷൻസ്, ഗിവ് സ്ട്രക്ചറൽ സപ്പോർട്ട് ടു ദി ബോഡി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇങ്ങനെ കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും. ഗിവ് സ്ട്രക്ചറൽ സപ്പോർട്ട് ടു ദ ബോഡി ആണോ? സ്ട്രക്ചർ കൊടുക്കാനാണോ ലിപ്പിഡ്സ് ഉള്ളത്? അല്ല. സ്പീഡ് അപ്പ് കെമിക്കൽ റിയാക്ഷൻസ്, കെമിക്കൽ റിയാക്ഷൻസിന് സ്പീഡപ്പ് ചെയ്യാനാണോ? അല്ല. ആരാണ് കെമിക്കൽ റിയാക്ഷൻസിന് സ്പീഡപ്പ് ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞു എൻസൈംസ് അല്ലേ? അപ്പൊ അതല്ല ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. സ്റ്റോർ ജനറ്റിക് ഇൻഫർമേഷൻ. ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത് ലിപ്പിഡ്സ് ആണോ? ലിപ്പിഡ്സിൽ ഒരിക്കലും എന്തുണ്ടാവില്ല? DNA RNA അങ്ങനെയുള്ള ജനറ്റിക് മെറ്റീരിയൽ ഉണ്ടാവില്ല. ക്രോമസോം ഇതൊന്നും ഉണ്ടാവില്ല. ജനറ്റിക് മെറ്റീരിയൽ ജനറ്റിക് ഇൻഫർമേഷൻ ഇവർക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതുമല്ല ആൻസർ. അപ്പൊ എന്താണ്? പ്രൊവൈഡ് എനർജി ആൻഡ് ഇൻസുലേറ്റ് ദി ബോഡി. Okay, so they provide energy, lipids. Lipids such as fats serve as energy stores and insulators in the body. They also play a role in building cell membranes. നമ്മുടെ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ അതിനെ പറയുന്ന വേറൊരു പേരെന്താണ്?
പ്ലാസ്മ മെംബ്രെയിൻ. പ്ലാസ്മ മെംബ്രെയിൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ്, ശരിക്കും പ്ലാസ്മ മെംബ്രെയിൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് ലിപ്പിഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ പ്രോട്ടീൻസും ഉണ്ട് ലിപ്പിഡ്സും ഉണ്ട്. അപ്പോൾ ലിപ്പിഡ്സ് ഒരു പാർട്ട് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ബിൽഡിംഗ് സെൽ മെംബ്രെയിൻസ്. ഈ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിനെ നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നും പറയും കേട്ടോ. സെമി പെർമിയബിൾ മെംബ്രെയിൻ അല്ലെങ്കിൽ ഓർ സെലക്റ്റീവ്ലി പെർമിയബിൾ. സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ. ഓക്കെ, ബിക്കോസ് പ്ലാസ്മ മെംബ്രെയിൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, എല്ലാ മോളിക്യൂൾസിനെയും സെല്ലിൻ്റെ അകത്തോട്ട് പെർമിറ്റ് ചെയ്യില്ല. ഇത് സെലക്റ്റീവ്ലി മാത്രമേ പെർമിറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് സെലക്റ്റീവ്ലി പെർമിയബിൾ അല്ലെങ്കിൽ സെമി പെർമിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പ്ലാസ്മ മെംബ്രെയിനിന്റെ സർഫസിൽ എന്തുണ്ടാവും, അതിനാവശ്യമായിട്ടുള്ള റിസപ്റ്റേഴ്സ് ഉണ്ടാവും. ആ റിസപ്റ്റേഴ്സുമായിട്ട് ആരാണോ ബൈൻഡ് ചെയ്യുന്നത് അവർക്ക് മാത്രമേ സെല്ലിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇവരെ സെമി പെർമിയബിൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, മൂവ് ഓൺ ടു നെക്സ്റ്റ് സ്ലൈഡ്. Which part of the amino acid can vary among different amino acids? ഓക്കെ, സോ അമിനോ ആസിഡ്സിൽ അവരുടെ കെമിക്കൽ ഒരു സ്ട്രക്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് പാർട്ടാണ് വേരി ചെയ്യുന്നത്? ഓക്കെ, അമിനോ ആസിഡ്സ് പ്രോട്ടീൻസ് ആയിട്ട് മാറും. പ്രോട്ടീൻസ് ആണ് എൻസൈംസ്. ഓക്കെ, അപ്പോൾ എൻസൈമിൻ്റെ ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. വിച്ച് പാർട്ട് ഓഫ് അമിനോ ആസിഡ്സ് ക്യാൻ വേരി? പലതരത്തിലുള്ള അമിനോ ആസിഡ്സ് ഉണ്ട്. ലൈസിൻ, ല്യൂസിൻ, ഗ്ലൈസിൻ, അങ്ങനെയുള്ള ഇഷ്ടംപോലെ അമിനോ ആസിഡ്സ് ഉണ്ട്. ഇതിൽ ഏത് പാർട്ടാണ് ഈ അമിനോ ആസിഡ്സിൽ വേരി ചെയ്യുന്നത്? ഓക്കെ, അമിനോ ഗ്രൂപ്പാണോ, കാർബോക്സിൽ ഗ്രൂപ്പാണോ, ഹൈഡ്രജൻ ആറ്റമാണോ, അല്ലെങ്കിൽ ആർ ഗ്രൂപ്പാണോ? ഓക്കെ, അതായത് സൈഡ് ചെയിനിലെ ആർ ഗ്രൂപ്പാണ് ഇവിടെ ചേഞ്ച് ചെയ്യുന്നത്. അമിനോ ആസിഡ്സിന്റെ സൈഡ് ചെയിനിലുള്ള ആർ ഗ്രൂപ്പിൽ വരുന്ന വ്യത്യാസമാണ് അവരുടെ പ്രോപ്പർട്ടീസ് ആണെങ്കിലും അവരുടെ പേരാണെങ്കിലും വ്യത്യാസപ്പെടാനുള്ള കാരണമായിട്ടിരിക്കുന്നത്. ഓക്കെ, അതിലുള്ള അമിനോ ഗ്രൂപ്പിനും കാർബോക്സിൽ ഗ്രൂപ്പിനും ഹൈഡ്രജൻ ആറ്റത്തിനൊന്നും ഇത് സംഭവിക്കില്ല, ഒരു ചേഞ്ചും സംഭവിക്കില്ല. സൈഡ് ചെയിനിലാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, ആർ ഗ്രൂപ്പാണ്. സോ സൈഡ് ചെയിനിലുള്ള വ്യത്യാസമാണ് അമിനോ ആസിഡ്സിന്റെ പേരും പ്രോപ്പർട്ടീസും മാറാനായിട്ട് കാരണമാവുന്നത്. ഓക്കെ, ദ ആർ ഗ്രൂപ്പ് ഓർ സൈഡ് ചെയിൻ ക്യാൻ വേരി എമംഗ് ഡിഫറെന്റ് amino acids, determining the differences in their properties. Okay. Next, which biochemical process involves the synthesis of large molecules from smaller ones? അപ്പോൾ സ്മോൾ മോളിക്യൂൾസിൽ നിന്ന് ലാർജ് മോളിക്യൂൾസ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേര്. ഓക്കെ, സ്മോൾ മോളിക്യൂൾസിൽ നിന്ന്, അതായത് നമ്മൾ എപ്പോഴും ഒന്നല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ആയിരിക്കും നമ്മുടെ ബോഡിക്കകത്തുള്ള കെമിക്കൽ റിയാക്ഷൻസിൽ നടക്കുക, അല്ലെങ്കിൽ ഒന്നിട്ട് ബിൽഡിംഗ് അപ്പ് ആയിരിക്കും അല്ലെ, എന്തെങ്കിലും ഒന്ന് പുതുതായിട്ട് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതിൽ സ്മോളർ വണ്ണിൽ നിന്ന് ലാർജർ മോളിക്യൂൾസ് ഉണ്ടാവുക എന്നുള്ളതിൻ്റെ പറയുന്ന പേരെന്താണ്? ഓക്കെ, ഓപ്ഷൻ എ കാറ്റബോളിസം, ഓപ്ഷൻ ബി അനബോളിസം, ഓപ്ഷൻ സി മെറ്റബോളിസം, ഓപ്ഷൻ ഡി ഹൈഡ്രോളിസിസ്. ഓക്കെ, സോ ആൻസർ ഇസ് അനബോളിസം. അനബോളിസം എന്ന് പറഞ്ഞാൽ സ്മോളർ ടു ലാർജർ. ഇനി ലാർജർ തിരിച്ചാണെന്നുണ്ടെങ്കിൽ കാറ്റബോളിസം. എന്താണ് മെറ്റബോളിസം? മെറ്റബോളിസം ഈസ് ദി കെമിക്കൽ റിയാക്ഷൻ ഒക്കർ ഇൻസൈഡ് എ ലിവിങ് സെൽ, അല്ലെങ്കിൽ ഒരു ലിവിങ് ബോഡി. ഒരു ലിവിങ് ബോഡിക്കകത്ത് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിനെ നമ്മൾ എന്തെന്ന് പറയും? മെറ്റബോളിസം എന്ന് പറയും. ഓക്കെ, സോ മെറ്റബോളിസം ഇസ് എ കെമിക്കൽ റിയാക്ഷൻ occur inside a living cell. ഒരു ലിവിങ് സെല്ലിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനെ നമ്മൾ മെറ്റബോളിസം എന്ന് പറയും. ദെൻ ഹൈഡ്രോളിസിസ്. വാട്ട് ഈസ് ഹൈഡ്രോളിസിസ്? അല്ലെ, ഹൈഡ്രോളിസിസ് വാട്ടറിന്റെ ബ്രേക്ക് ഡൗൺ അല്ലെ, വാട്ടറിന്റെ ബ്രേക്ക് ഡൗൺ ആണ് ഹൈഡ്രോളിസിസ്. അപ്പൊ അതല്ല, എന്താണ്, ഒരു സ്മോളർ മോളിക്യൂൾസിൽ നിന്ന് ലാർജ് മോളിക്യൂൾ ഫോം ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് എന്തായാലും എന്തല്ല, ഹൈഡ്രോളിസിസ് അല്ല. ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാലും എന്താണ്, ബ്രേക്ക് ഡൗൺ ആണ് അല്ലേ. അപ്പോൾ ശരിക്കും ലാർജർ ടു സ്മോളർ ആണ് ഹൈഡ്രോളിസിസ്. അപ്പോൾ എക്സ്പ്ലനേഷൻ ആണെങ്കിൽ anabolism is the process in metabolism that builds larger molecules from smaller ones. It's opposite ഓഫ് കാറ്റബോളിസം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രേക്ക് ഡൗൺ ഓഫ് ലാർജർ മോളിക്യൂൾസ്. അപ്പോൾ ലാർജർ ടു സ്മോളർ ആണെങ്കിൽ നമ്മൾ പറയും കാറ്റബോളിസം. ഇത് ബ്രേക്ക് ഡൗൺ ആണ്. ഓക്കെ, ലാർജർ ടു സ്മോളർ ആവണമെന്നുണ്ടെങ്കിൽ എന്താവണം, ബ്രേക്ക് ഡൗൺ നടക്കണം മോളിക്യൂൾസിന്റെ. ദെൻ സ്മോളർ ടു ലാർജർ വൺ ആണെന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് അപ്പ് ആണ്. സോ അനബോളിസം. ഓക്കെ, ഓരോ ടേംസും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അനബോളിസം, കാറ്റബോളിസം, ഇതെല്ലാം കമ്പൈനിങ് ആയിട്ടാണ് നമ്മുടെ ബോഡിക്കകത്തുള്ള മെറ്റബോളിസം സംഭവിക്കുന്നത്. ഓക്കെ, സോ മെറ്റബോളിസത്തിൽ ഉൾപ്പെടുന്നതാണ് ഇത് അനബോളിസവും കാറ്റബോളിസം. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്.
വിച്ച് ബേസ് പെയേഴ്സ് വിത്ത് അഡിനിൻ ഇൻ DNA? ഓക്കെ, വിച്ച് ബേസ് പെയേഴ്സ് വിത്ത് അഡിനിൻ ഇൻ DNA? DNA അഡിനിനുമായിട്ട് ആരാണ് ബോണ്ട് ഫോം ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു. അഡിനിൻ പെയേഴ്സ് വിത്ത് തൈമിൻ, ഗ്വാനിൻ പെയേഴ്സ് വിത്ത് സൈറ്റോസിൻ. അപ്പോൾ ഇതിലേതാണ്? തൈമിനാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 2 ഹൈഡ്രജൻ ബോണ്ട്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. 2 ഹൈഡ്രജൻ ബോണ്ട്സ്. ഇവിടെയാണെങ്കിൽ 3 ഹൈഡ്രജൻ ബോണ്ട്സ്. ഇവിടെ നമ്മളൊരു DNA-ക്കകത്ത് എത്ര അഡിനിൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ടോ അത്ര തന്നെ ഏതും ഉണ്ടാവും? തൈമിൻ്റെ കോൺസെൻട്രേഷനും ഉണ്ടാവും. അതേപോലെ ഗ്വാനിൻ്റെയും സൈറ്റോസിൻ്റെയും കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ 20% ആണ് അഡിനിൻ ഉള്ളതെങ്കിൽ 20% തന്നെ ആയിരിക്കും തൈമീനും ഉണ്ടാവുക. കാരണം ഇവർ രണ്ടുപേരും മാത്രമേ എന്ത് ചെയ്യുള്ളൂ? തമ്മിൽ ബോണ്ട് ഫോം ചെയ്യുള്ളൂ. അപ്പോൾ 40 മൈനസ് ചെയ്താൽ എത്രയാണ്? 100 40 മൈനസ് ചെയ്താൽ 60. 60ൻ്റെ ഹാഫ് 30. അപ്പോൾ 30 ഗ്വാനിനും 30 സൈറ്റോസിനും ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് ഇതൊരു റേഷ്യോ ആണ്. ഇതിനെ ചർഗാഫ് റൂൾ എന്ന് പറയും. നെക്സ്റ്റ് സ്ലൈഡ്. വാട്ട് ഈസ് ദ പ്രൈമറി റോൾ ഓഫ് RNA? ഓക്കെ, DNA നമുക്കറിയാം ജനറ്റിക് മെറ്റീരിയൽ ആണ്. RNAയുടെ പ്രൈമറി റോൾ എന്താണ്? ഓക്കെ, സ്റ്റോർ ജനറ്റിക് ഇൻഫർമേഷൻ, സിന്തസൈസ് പ്രോട്ടീൻസ്, പ്രൊവൈഡ് എനർജി, ഇൻസുലേറ്റ് ദി ബോഡി. ഓക്കെ, എനർജി പ്രൊവൈഡ് ചെയ്യുന്നതും ബോഡിനെ ഇൻസുലേറ്റ് ചെയ്യുന്നതൊക്കെ ആരാണ്? ലിപ്പിഡ്സും ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സും ഉണ്ട്. അത് ഓൾറെഡി നമ്മൾ നോക്കിയതാണ്. അപ്പോൾ സിന്തസൈസ് പ്രോട്ടീൻസ് ഉണ്ട്, സ്റ്റോർ ജനറ്റിക് ഇൻഫർമേഷൻ. നമ്മുടെ ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന ആരാണ്? DNA ആണോ? സോറി, RNA ആണോ? അല്ല, DNA ആണ്. DNA ആണ് നമ്മുടെ ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നത്. ദെൻ DNA കൺവേർട്ടഡ് ഇൻ ടു RNA, അല്ലെങ്കിൽ RNA ഫോംഡ് ഫ്രം DNA. ദെൻ പ്രോട്ടീൻസ് ആർ ഫോംഡ് ഫ്രം RNA. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ സെൻട്രൽ ഡോഗ്മ എന്ന് പറയും. സെൻട്രൽ ഡോഗ്മ. അപ്പോൾ DNA RNA ആവുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. DNA is converted into RNA. DNA ആക്ച്വലി ഡബിൾ ആയിട്ട് കോയിൽ ചെയ്ത് കിടക്കുന്ന ഒരു സ്ട്രക്ചർ ആണ്. പക്ഷെ സിംഗിൾ സ്ട്രാൻഡഡ് ആണ് ആര്? RNA എന്ന് പറയുന്നത്. അപ്പോൾ ഡബിൾ സ്ട്രാൻഡഡ് DNA കൺവേർട്ടഡ് ഇൻ ടു സിംഗിൾ സ്ട്രാൻഡഡ് RNA. ആ പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? ട്രാൻസ്ക്രിപ്ഷൻ. ഓക്കെ, ട്രാൻസ്ക്രിപ്ഷൻ. ഇനി RNA, ഈ സിംഗിൾ സ്ട്രാൻഡഡ് RNA എന്തായിട്ട് കൺവേർട്ടഡ് ആവും? പ്രോട്ടീൻ ആയിട്ട് മാറും. എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് RNA ഉണ്ട്. snRNA, mRNA, tRNA, rRNA. ഈ എല്ലാ RNAയുടെയും ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഒരു പ്രോട്ടീൻ മോളിക്യൂൾ അവിടെ ഉണ്ടാകുന്നത്. അങ്ങനെ RNA ടു പ്രോട്ടീൻ ഫോം ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ്, ഒന്നല്ലെങ്കിൽ നമുക്ക് പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയാം, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ. ഓക്കെ, RNA ടു പ്രോട്ടീൻ ട്രാൻസ്ലേഷൻ. ഇനി DNA ടു DNA തന്നെ ഫോം ചെയ്യുന്ന പ്രോസസ്, ഒരു DNA-യിൽ നിന്ന് വേറൊരു സ്ട്രാൻഡ് ഓഫ് DNA ഫോം ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്താണ്? റെപ്ലിക്കേഷൻ. ഓക്കെ, റെപ്ലിക്കേഷൻ. സോ റെപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സെൻട്രൽ ഡോഗ്മ. ഈ ഒരു പ്രോസസ്സാണ്. DNA RNA ആയിട്ട് മാറുന്നു, RNA പ്രോട്ടീൻ ആയിട്ട് മാറുന്നു. സോ നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് വരാം. വാട്ട് ഈസ് ദി പ്രൈമറി റോൾ ഓഫ് RNA? അപ്പോൾ എന്തായിരിക്കും? സിന്തസൈസ് പ്രോട്ടീൻസ്. ഓക്കെ, ഈ സെൻട്രൽ ഡോഗ്മ അറിയുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും. സോ ഒരുപാട് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ഈ ഒരു ഫ്ലോ ചാർട്ട് പോലെ ഈ ഒരു സെൻട്രൽ ഡോഗ്മയിലുണ്ട്. അപ്പോൾ അറിഞ്ഞിരിക്കുക, ദ പ്രൈമറി റോൾ ഓഫ് RNA ഈസ് ടു ആക്ട് ആസ് എ മെസ്സഞ്ചർ carrying instructions from DNA for controlling the synthesis of proteins. Okay, ഇവിടെ RNA എന്നുള്ളൊരു മീഡിയേറ്ററോടെ വരുന്നത് എന്തിനു വേണ്ടിയാ? ഈ DNA-യിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് ക്യാരി ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, സോ ദിസ് ഇസ് ദി പ്രൈമറി റോൾ ഓഫ് RNA എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൈറ്റമിൻ ആക്ട് ആസ് ആൻ ആൻറ്റി ഓക്സിഡൻറ്റ്? ഓക്കെ, വൈറ്റമിൻസിൻ്റെ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഏതൊരു എക്സാമിന് എടുത്താലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് വൈറ്റമിൻസ്. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. വൈറ്റമിൻ ഫാറ്റ് സൊല്യൂബിളും ഉണ്ട്, വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻസും ഉണ്ട് അല്ലേ? ഏതാണ് ഫാറ്റ് സൊല്യൂബിൾ? A, D, E ആൻഡ് K. വാട്ടർ സൊല്യൂബിൾ എന്ന് പറയുമ്പോൾ ബി കോംപ്ലക്സ് ആണ് ആൻഡ് C. ഇതാണ് വാട്ടർ സൊല്യൂബിൾ. ഓക്കെ, സോ ഫാറ്റ് സൊല്യൂബിൾ A, D, E, K, വാട്ടർ സൊല്യൂബിൾ B കോംപ്ലക്സ് ആൻഡ് C. ഇതിൻ്റെ എല്ലാം സയൻറ്റിഫിക് നെയിം പഠിക്കണം, യൂസ് പഠിക്കണം, ഡെഫിഷ്യൻസി ഡിസീസുകൾ പഠിക്കണം. ഓക്കെ, സോ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന വൈറ്റമിൻ ഏതാണ്? ആൻറ്റി ഓക്സിഡൻറ്റ്. ഓക്കെ,
വാട്ട് ഈസ് ആൻറ്റി ഓക്സിഡൻറ്റ്? ദേ ഇവിടെയുണ്ട്. പ്രൊട്ടക്ടിങ് സെൽസ് ഫ്രം ഡാമേജ് കോസ്ഡ് ബൈ ഫ്രീ റാഡിക്കൽസ്. ഫ്രീ റാഡിക്കൽസ് കൊണ്ട് നമ്മുടെ സെൽസ് ഡാമേജ് ഉണ്ടാവാൻ നല്ലപോലെ ചാൻസ് ഉണ്ട് അല്ലേ? ആ ചാൻസിനെ തടയുന്ന, ആ ഒരു ഡാമേജ് തടയുന്ന ആൾക്കാരെയാണ് നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുക. അപ്പം അതിൽ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ഓക്കെ, വൈറ്റമിൻ എക്ക് പ്രത്യേകതയുണ്ട്. നമ്മുടെ കണ്ണിൽ അല്ലെ, കണ്ണിൽ സ്റ്റോർ ചെയ്യുന്ന കണ്ണിൻ്റെ ഹെൽത്തിന് ആവശ്യമുള്ളതും നമ്മുടെ ലിവറിൽ സ്റ്റോർ ചെയ്യുന്നതുമായ ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. വൈറ്റമിൻ ബി അല്ലെ, കൊബാൾട്ട് കണ്ടെയ്നിങ് ഒക്കെ ഏതാണ്? B12 ആണ്. B9 ഏതാ? ഫോളിക് ആസിഡ്. B9 ഫോളിക് ആസിഡ്. ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. B9 is also known as, അല്ലെങ്കിൽ സയന്റിഫിക് നെയിം B9 ഫോളിക് ആസിഡ്. B12 എന്താണ്? സയനോകൊബാലമീൻ. സയനോകൊബാലമീൻ സയന്റിഫിക് നെയിം ആണ്. അപ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുക, കൊബാലമീൻ എന്നുള്ളത് കൊണ്ട് ഒരു കാര്യം കൂടി ഓർക്കണം. എന്താണ്? കൊബാൾട്ട് കണ്ടെയ്നിങ് വൈറ്റമിൻ. വിച്ച് വൈറ്റമിൻ കണ്ടെയ്ൻസ് കൊബാൾട്ട് എലമെന്റ്? ഓക്കെ, അപ്പോൾ അത് ഏതാണ്? സയനോകൊബാലമീൻ B12 ആണ്. ഓക്കെ, ഇനി വൈറ്റമിൻ ഡിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ സൺലൈറ്റിൽ നിന്ന് കിട്ടുന്നത്, നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ എന്താണ്? വൈറ്റമിൻ ഡി ആണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ വൈറ്റമിൻസിനുണ്ട്. വൈറ്റമിൻസ് എല്ലാം തന്നെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഓർത്തിരിക്കുക, ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ സി. ഓക്കെ, നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നെല്ലാം കിട്ടുന്നതാണ് വൈറ്റമിൻ സി. ആൻഡ് വൈറ്റമിൻ സി എന്ത് സംഭവിക്കും? ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടും. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ്. അതുകൊണ്ടാണ് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം വേവിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? അത് ക്ലോസ് ചെയ്ത്, ലിഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ട് അതിനെ വേവിക്കണം, ബോയിൽ ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ബിക്കോസ് ചൂടാക്കുന്ന സമയത്ത് ഈ വൈറ്റമിൻ നഷ്ടപ്പെടും. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. What is the main source of energy for brain cells? ബ്രെയിൻ സെൽസിന്റെ മെയിൻ സോഴ്സ് ഓഫ് എനർജി എന്താണ്? നമ്മൾ കഴിക്കുന്ന ഫാറ്റി ആസിഡ് ആണോ, അമിനോ ആസിഡ് ആണോ, ഗ്ലൂക്കോസ് ആണോ, ന്യൂക്ലിക് ആസിഡ് ആണോ? ഇതിൽ ആദ്യമേ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റുന്ന ആൻസർ എന്ന് പറയുന്നത്, ഓപ്ഷൻ എന്ന് പറയുന്നത് ന്യൂക്ലിക് ആസിഡ്സ് ആണ് അല്ലേ? ന്യൂക്ലിക് ആസിഡ്സ് എന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് നമുക്ക് എനർജി ഒന്നും കിട്ടുന്നില്ല. ശരിക്കും നമ്മുടെ ബോഡിയിൽ ജനറ്റിക് ഇൻഫർമേഷൻ അവർ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അമിനോ ആസിഡ്സ് എന്താ? പ്രോട്ടീൻ ആണ് അല്ലേ? പ്രോട്ടീൻ ആണ്. ദെൻ ഫാറ്റി ആസിഡിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? എനർജി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ കൺഫ്യൂഷൻ വരിക ഗ്ലൂക്കോസും ഫാറ്റി ആസിഡും ആണ്. പക്ഷേ നമ്മുടെ ബ്രെയിൻ സെൽസിന് ഏറ്റവും ആവശ്യം ഫാറ്റ് അല്ല. ഒരിക്കലും ഫാറ്റ് നമ്മുടെ ബ്രെയിൻ സെൽസ് യൂസ് ചെയ്യില്ല. നമ്മുടെ ബ്രെയിൻ സെൽസിന് ഏറ്റവും ആവശ്യം ഗ്ലൂക്കോസ് ആണ്. സോ ഓപ്ഷൻ സി. Glucose is the primary source of energy for brain cells. The brain depends on a constant supply of glucose from blood. ബ്ലഡിൽ നിന്ന് കോൺസ്റ്റന്റ് ആയിട്ട് ആ ഗ്ലൂക്കോസ് സപ്ലൈ ബ്രെയിനിന് കിട്ടിയാൽ മാത്രമേ ബ്രെയിൻ എന്ത് ചെയ്യുള്ളൂ? കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ? ഹീമോഗ്ലോബിൻ നമുക്ക് രണ്ട് തരത്തിൽ എഴുതാം. ഇതും കറക്റ്റ് ആണ്. ദെൻ ഹീമോഗ്ലോബിൻ, ഒന്ന് ബ്രിട്ടീഷ് ഇംഗ്ലീഷും ഒന്ന് നമ്മുടെ അമേരിക്കൻ ഇംഗ്ലീഷും ആണ്. ഇത് രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, എന്താണ് ഹീമോഗ്ലോബിൻ്റെ മെയിൻ ഫങ്ഷൻ? ഓക്കെ, ഫൈറ്റ് ഇൻഫെക്ഷൻസ്, ട്രാൻസ്പോർട്ട് ഓക്സിജൻ, പ്രൊവൈഡ് എനർജി, ബിൽഡ് ബോൺസ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഫൈറ്റ് ഇൻഫെക്ഷൻസിനെതിരെ ഫൈറ്റ് ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ ആണ്. അതായത് ഹീമോഗ്ലോബിൻ ഉള്ളത് നമ്മുടെ ബ്ലഡിലെ RBCയിലാണ്. RBCയിൽ ഹീമോഗ്ലോബിൻ ഉള്ളത് കൊണ്ടാണ് RBCക്ക് റെഡ് കളർ കിട്ടുന്നത് അല്ലേ? റെഡ് കളർ കിട്ടുന്നതിന് കാരണം RBCയിലെ ഹീമോഗ്ലോബിൻ ആണ്. എന്നാൽ ഇൻഫെക്ഷൻസ് വന്നാൽ ഫൈറ്റ് ചെയ്യുന്നത് ആരാണ്? ഡിഫെൻഡിങ് ടിഷ്യൂ എന്നൊക്കെ അറിയപ്പെടുന്ന, ഡിഫെൻഡിങ് സെൽസ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? WBCs ആണ്. മീൻസ് വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്, അല്ലെങ്കിൽ വൈറ്റ് ബ്ലഡ് കോർപ്പസൽസ് ആണ്. അപ്പോൾ ഫൈറ്റ് ഇൻഫെക്ഷൻസ് അല്ല. ദെൻ പ്രൊവൈഡ് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരല്ല ഹീമോഗ്ലോബിൻസ്. ഓക്കെ, ദെൻ ബിൽഡ് ബോൺസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടല്ല? ഹീമോഗ്ലോബിൻ കൊണ്ടല്ല, കാൽഷ്യം ആണല്ലേ. നമ്മുടെ ബോൺസിലെയും ടീത്തിലൊക്കെ മെയിൻ എലമെന്റ് എന്ന് പറയുന്നത് കാൽഷ്യം ആണ്. ഓക്കെ, ദെൻ ഇവിടുത്തെ ആൻസർ ഏതാ? ട്രാൻസ്പോർട്ട് ഓക്സിജൻ. ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യുന്നു? ഹീമോഗ്ലോബിൻ ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. നമ്മൾ ശ്വാസം അകത്തോട്ട് എടുക്കുമ്പോൾ, നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ അകത്തോട്ട് ഓക്സിജന്റെ കോൺസെൻട്രേഷൻ ആണ് ഏറ്റവും കൂടുതൽ. കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും ഒക്കെ നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ കയറി പോകുന്നുണ്ട്. പക്ഷേ കോൺസെൻട്രേഷൻ കൂടുതൽ ഏതാണ്? അതായത് ഓക്സിജൻ കോൺസെൻട്രേഷൻ ആണ് കൂടുതൽ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 78% നൈട്രജൻ അകത്തോട്ട് കയറുന്നുണ്ട്. പക്ഷെ അത് തന്നെ നമ്മൾ എക്സൈൽ ചെയ്ത് കളയുന്നുണ്ട്. നൈട്രജൻ നമ്മുടെ ബോഡി അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഓക്കെ, സോ നമുക്ക് ഇവിടെ
ഒരു കാര്യം ഓർക്കുക, ഹീമോഗ്ലോബിൻ പ്ലസ് ഓക്സിജൻ എന്തായിട്ട് മാറും? ഇറ്റ് ബിക്കംസ് ഓക്സി ഹീമോഗ്ലോബിൻ. ഓർത്തിരിക്കുക, ഇറ്റ് ഈസ് ഓക്സി ഹീമോഗ്ലോബിൻ. Okay, so oxygen combined with hemoglobin, it becomes oxyhemoglobin. ഇങ്ങനെ ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് നമ്മുടെ ബോഡിയിലെ എല്ലാ ടിഷ്യൂസിലേക്കും എന്തെത്തുന്നു? ബ്ലഡ് എത്തുന്നു. ആ ബ്ലഡിൽ നിന്ന് നമ്മുടെ ടിഷ്യൂസ് ഓക്സിജൻ, അതായത് ഡിഫ്യൂഷൻ വഴിയായിരിക്കും, അല്ലെങ്കിൽ മറ്റ് പല ടെക്നിക്സും ഉണ്ട് നമ്മുടെ സെല്ലിൻ്റെ അകത്ത് നടക്കുന്ന സെൽ സിഗ്നലിങ്ങിൻ്റെ സമയത്തുള്ള. അങ്ങനെ പല ടെക്നിക്സിലൂടെയും ഈ ഓക്സിജനെ സെൽ എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ ഇൻടേക്ക് ചെയ്യുന്നു. ഓക്കെ, സോ ഹീമോഗ്ലോബിൻ ഈസ് എ പ്രോട്ടീൻ. അതറിഞ്ഞിരിക്കുക, ഒരു പോയിന്റ് കൂടെ ഇവിടെ കിട്ടി. ഹീമോഗ്ലോബിൻ ഈസ് എ പ്രോട്ടീൻ. ഹീമോഗ്ലോബിൻ ഈസ് എ പ്രോട്ടീൻ ഇൻ റെഡ് ബ്ലഡ് സെൽസ് ദാറ്റ് ക്യാൻ ട്രാൻസ്പോർട്ട് ഓക്സിജൻ ഫ്രം ലങ്സ് ടു ദ റെസ്റ്റ് ഓഫ് ദ ബോഡി. ഓക്കെ, ലങ്സിൽ എന്താ സംഭവിക്കണേ? അത് നമ്മുടെ ലങ്സ് ആണ് എന്ന് വിചാരിക്കുക. നമ്മുടെ ലങ്സിൽ ഇതിൻ്റെ അടുത്തുകൂടി ബ്ലഡ് വെസൽസ് പോകുന്നുണ്ടാവും. സോ ലങ്സിൽ ദിസ് ഇസ് ആൽവിയോളൈ. ആൽവിയോളയിൽ ഓക്സിജൻ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ ഈ ഓക്സിജൻ ബ്ലഡ് വെസൽസിലോട്ടും ബ്ലഡ് വെസലിലുള്ള CO2 ഡിഫ്യൂഷൻ വഴി ആൽവിയോളയിലേക്കും പോകും. ഓക്കെ, സോ അങ്ങനെ എക്സ്പ്രഷൻ ചെയ്യുന്ന സമയത്ത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറത്തേക്ക് വരുന്നത്. ഓക്കെ, ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് വെന്റ് ഔട്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ലങ്സിൽ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലങ്സിൽ നിന്നാണ് നമ്മുടെ ബ്ലഡിന് എന്ത് കിട്ടുന്നത്? ഓക്സിജൻ കിട്ടുന്നത്. അതെങ്ങനെയാണ്? കോൺസെൻട്രേഷനിൽ വരുന്ന ഡിഫറൻസ് അനുസരിച്ചാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലും ഓക്സിജൻ ആണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. ഓക്കെ, അതായത് ഡിഫ്യൂഷൻ വഴി ഏതിൻ്റെ കോൺസെൻട്രേഷൻ ആണോ കൂടുതൽ, ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലും ഓക്സിജൻ ആണെങ്കിലും മൂവ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ബോഡിക്ക് എന്ത് കിട്ടുന്നത്? ഓക്സിജൻ കിട്ടുന്നത്. അതിന് മെയിൻ പങ്ക് വഹിക്കുന്ന ആളാണ് ഹീമോഗ്ലോബിൻ. ഓക്കെ, വിച്ച് എൻസൈം ഇസ് റെസ്പോൺസിബിൾ ഫോർ ബ്രേക്ക് ഡൗൺ ലാക്ടോസ്? ലാക്ടോസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എൻസൈം ഏതാണ്? ഓക്കെ, ആ പേരിൽ തന്നെ ഉണ്ട്, ലാക്ടോസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ലാക്ടേസ് ആണ്. ഓക്കെ, അമൈലേസ് എവിടെയാണ്? അമൈലേസ് എന്ന് പറയുന്ന എൻസൈം ആക്ട് ചെയ്യുന്നത് കാർബോഹൈഡ്രേറ്റ്സിലാണ്. ലിപ്പേസ് എവിടെയാണ്? ലിപ്പിഡ്സിലായിരിക്കും. ഇനി പ്രോട്ടീസ് എവിടെയായിരിക്കും? പ്രോട്ടീൻസിലായിരിക്കും. ഓക്കെ, ലാക്ടേസ് ഈസ് ദ എൻസൈം ബ്രേക്ക് ഡൗൺ ലാക്ടോസ്, ദ ഷുഗർ ഫൗണ്ട് ഇൻ മിൽക്ക്. അപ്പം മിൽക്കിലുള്ള ഷുഗർ ഏതാണ്? ലാക്ടോസ്. ഓക്കെ, ലാക്ടോസ് ആണ് മിൽക്കിൽ പ്രസന്റ് ആയിരിക്കുന്ന ഷുഗർ. മിൽക്കിലുള്ള ആസിഡ് ഏതാണ്? ദാറ്റ് ഈസ് ലാക്ടിക് ആസിഡ്. ലാക്ടോസ്, അങ്ങനെ ആ ഒരു പ്രൊണൗൺസിയേഷൻ ഒരേപോലെ വരുന്ന ഉണ്ടെങ്കിൽ ഉറപ്പിക്കുക എന്താണ്? മിൽക്കുമായിട്ട് സംതിങ് റിലേറ്റഡ് ടു മിൽക്ക് ആണ്. ഓക്കെ, ലാക്ടിക് ആസിഡ് ആണ് മിൽക്കിലുള്ള ആസിഡ് എന്ന് പറയുന്നത്. ഇൻ ടു ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. ഓക്കെ, അപ്പോൾ ലാക്ടേസ് എന്ത് ചെയ്യുന്നു? ലാക്ടോസിനെ ഞാനിവിടെ എഴുതാം. ലാക്ടോസിനെ എന്ത് ചെയ്യുന്നു? ലാക്ടേസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു അല്ലെ? സിമ്പിൾ ഷുഗേഴ്സ് ആക്കി മാറ്റും. സിമ്പിൾ ഷുഗേഴ്സ് ഏതൊക്കെയാണ്? ഗ്ലൂക്കോസ് ആൻഡ് galactose. Lactose converted into glucose and galactose. Okay, so move on to next slide. Which hormone regulates blood sugar levels? Okay, blood sugar level regulate ചെയ്യുന്നത് ആരാണ്? ഇൻസുലിൻ, ഗ്ലൂക്കാഗോൺ, അഡ്രിനാലിൻ, കോർട്ടിസോൾ. ഓക്കെ, ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഇൻസുലിൻ ആണ്. Insulin is a hormone that regulates blood sugar levels by facilitating the uptake of glucose into cells. ശരിക്കും ഗ്ലൂക്കോസ് ലെവൽ റെഗുലേറ്റ് ചെയ്യുന്നത് ഇൻസുലിനും ഗ്ലൂക്കാഗോണും കൂടിയുള്ള ഒരുമിച്ചുള്ള കമ്പൈനിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് വഴിയാണ് ഗ്ലൂക്കോസ് നമ്മുടെ ബ്ലഡിൽ റെഗുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ അതിൽ മേജർ റോള് ഉള്ളത് ആർക്കാണ്? ഇൻസുലിൻ ആണ്. എപ്പോഴും നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പോകുമ്പോൾ നമ്മൾ ഓപ്ഷൻ നോക്കുക. ഓപ്ഷൻസിൽ ചിലപ്പോൾ 2-3 ഓപ്ഷൻസ് ഒക്കെ കറക്റ്റ് ആയതുപോലെ തോന്നും, പക്ഷേ മോർ അപ്രോപ്രിയേറ്റ് ആൻസർ ആയിരിക്കും ആ ക്വസ്റ്റ്യന് വരുന്ന മോർ അപ്രോപ്രിയേറ്റ് ആൻസർ ആയിരിക്കും അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ മോർ അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഇൻസുലിൻ ആണ്. ഓക്കെ, ഗ്ലൂക്കാഗോണും എന്ത് ചെയ്യുന്നുണ്ട്? റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. നമ്മുടെ ബ്ലഡിൽ ഇതൊരു ഫ്ലോ ചാർട്ട് പോലെ പഠിച്ചു വെക്കുക. നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവല് ഹൈ ആയി എന്ന് വിചാരിക്കുക. ഓക്കെ, ഗ്ലൂക്കോസ് ലെവൽ ഹൈ ആയി. അപ്പോൾ ആര് വരും? ഇൻസുലിൻ. ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ എവിടെ നിന്നാണ് വരുന്നത്? ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കാഗോൺ ഫ്രം ആൽഫ ആൻഡ് ബീറ്റ സെൽസ്. ഓക്കെ, ഇൻസുലിൻ ഫ്രം ബീറ്റ സെൽസ് ഓഫ് എന്താണ്?
പാൻക്രിയാസ്. പാൻക്രിയാസിൽ ഒരു റീജിയൻ ഉണ്ട്, അതിനെ നമ്മൾ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് വിളിക്കും. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ഈ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ 2 ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞു ബീറ്റാ സെൽസ്, മറ്റൊന്ന് എന്താണ്? ആൽഫ സെൽസ്. അപ്പം ഈ പാൻക്രിയാസിൽ നിന്ന് ബീറ്റാ സെൽ സെക്രറ്റ് ചെയ്യുന്ന ഇൻസുലിൻ വരും നമ്മുടെ ബ്ലഡിലേക്ക്. ഇപ്പോൾ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ ഹൈ ആവുമ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി കൺവേർട്ട് ചെയ്യും. ഗ്ലൂക്കോസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൈക്കോജൻ ആൻഡ് സ്റ്റോർഡ് ഇൻ മസിൽസ് ആൻഡ് ലിവർ. ലിവറിലും മസിൽസിലും നമ്മുടെ എക്സ്ട്രാ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി കൺവേർട്ട് ചെയ്തിട്ട് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. ലിവറിലും മസിൽസിലുമാണ് സ്റ്റോർ ചെയ്യുക. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്, നന്നായിട്ട് ഷുഗർ, അതായത് ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ ബ്ലഡിൽ ഗ്ലൂക്കോസ് ഹൈ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ എപ്പോഴും എന്ത് ചെയ്യണം? എപ്പോഴും നന്നായിട്ട് എക്സസൈസ് ചെയ്യണമെന്ന് പറയാറുള്ളത് അതുകൊണ്ടാണ്. ബിക്കോസ് എക്സസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടുതൽ കാലിലെ മസിൽസിന്റെ എക്സസൈസ് ആണ് ഡോക്ടേഴ്സ് പറയാറ്. ബിക്കോസ് നമ്മുടെ കാലിലെ മസിൽസിലാണ് കൂടുതൽ എന്ത് ചെയ്യുക? ഗ്ലൂക്കോസ് പോയിട്ട് സ്റ്റോർ ചെയ്യുക. അങ്ങനെ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ, മസിൽ ബിൽഡ് ചെയ്യുവാണെങ്കിൽ, മസിൽ ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബോഡിയിലെ എക്സസ് ഗ്ലൂക്കോസ് എല്ലാം ആ മസിൽ ഡെവലപ്മെന്റിന് വേണ്ടി പൊക്കോളും. സോ നമ്മുടെ ബ്ലഡിലെ എക്സസ് ഗ്ലൂക്കോസ് അങ്ങനെ റെഡ്യൂസ് ആവുകയാണ് ചെയ്യുക. ഓക്കെ, അതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്. എന്തായിട്ടാണ് കൺവേർട്ടഡ് ആവണം എന്നുള്ളത് ഇവിടെ ഓർത്തിരിക്കണം. എന്തായിട്ടാണ്? ഗ്ലൈക്കോജൻ. Okay, glucose is converted into glycogen. Okay, ഇനി സപ്പോസ് ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവല് കുറഞ്ഞു. ഓക്കെ, ഗ്ലൂക്കോസ് ലെവൽ നമ്മുടെ ബ്ലഡിൽ കുറഞ്ഞു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ആരാണ് വരിക? അപ്പോൾ വരുന്ന ഹോർമോണാണ് ഗ്ലൂക്കാഗോൺ. Glucagon converts this glycogen from muscles and liver and it converts glycogen to glucose and give it into blood. അങ്ങനെ ബ്ലഡിൽ എന്തായി? ഗ്ലൂക്കോസ് ലെവൽ നോർമലായി. ഓക്കെ, ഇതാണ് നടക്കുന്ന ഫ്ലോ ചാർട്ട്. അതായത് ഇൻസുലിൻ്റെയും ഗ്ലൂക്കാഗോണിൻ്റെയും ഫംഗ്ഷൻ ഇവിടെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവൽ ഹൈ ആയാൽ പാൻക്രിയാസിലെ ബീറ്റാ സെൽസിൽ നിന്ന്, പാൻക്രിയാസിലെ ഏത് റീജിയൻ ആണ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിലെ 2 സെൽസ് ഉണ്ട്, ആൽഫ ആൻഡ് ബീറ്റ. സോ ബീറ്റാ സെൽസിൽ നിന്ന് എന്ത് സംഭവിക്കും? ഇൻസുലിൻ എന്നുള്ള ഹോർമോൺ വരും. ഇത് ഹോർമോൺസ് ആണ്, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം ഹോർമോൺസ് ആണ്. അങ്ങനെ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ എന്താക്കും? ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി കൺവേർട്ട് ചെയ്യും. എന്നിട്ട് മസിൽസിലും ലിവറിലും സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി ഗ്ലൂക്കോസ് ലെവൽ കുറവാണെങ്കിലോ ഈ ഗ്ലൈക്കോജനെ ഗ്ലൂക്കാഗോൺ എന്ന് പറയുന്ന ഹോർമോൺ വന്നിട്ട് ഗ്ലൂക്കോസ് ആക്കി മാറ്റി അത് ബ്ലഡിന് കൊടുക്കും. അങ്ങനെ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവല് കൺട്രോൾ ആയി. അപ്പൊ ഈ ഗ്ലൂക്കാഗോൺ വരുന്നത് എവിടെ നിന്നാണ്? ആൽഫ സെൽസ്. ആൽഫ സെൽസ് ഓഫ് പാൻക്രിയാസ്. പാൻക്രിയാസിന്റെ ആൽഫ സെൽസിൽ നിന്നാണ് ഈ ഗ്ലൂക്കാഗോൺ വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ വിച്ച് ഹോർമോൺ റെഗുലേറ്റ്സ് ബ്ലഡ് ഷുഗർ ലെവൽസ് എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ആണ്. അതേപോലെ ഗ്ലൂക്കാഗോൺ ഉണ്ട്. ഗ്ലൂക്കാഗോണിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നമ്മളിപ്പോൾ നോക്കി. ദെൻ അഡ്രിനാലിനും ഉണ്ട്, കോർട്ടിസോളും ഉണ്ട്. അഡ്രിനാലിനും കോർട്ടിസോളും ഒക്കെ നമ്മുടെ ബാക്കിയുള്ള എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഹോർമോൺസ് ആണ്. ഓക്കെ, മൂവ് ടു നെക്സ്റ്റ് സ്ലൈഡ്. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് മൈറ്റോകോൺട്രിയ? ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചറൊക്കെ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനിന് ഒരുപാട് ഇതുപോലുള്ള ഫോൾഡിങ്സ് ഉണ്ട്. അങ്ങനെ ഇന്നർ മെംബ്രെയിൻ ഇങ്ങനെ ഫോൾഡഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇതാണ് മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. മൈറ്റോകോൺട്രിയയ്ക്ക് ഇങ്ങനെയുള്ള ഫോൾഡിങ്സിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ക്രിസ്റ്റേ. ബാക്കിയുള്ള പോർഷൻ ഏതാണ്? മാട്രിക്സ്. ആ ഒരു ഫ്ലൂയിഡ് പാർട്ടിനെയാണ് നമ്മൾ മാട്രിക്സ് എന്ന് പറയുക. ഇതാണ് മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ എന്താണ്? എപ്പോഴും നമ്മൾ പറയാറുണ്ട് മൈറ്റോകോൺട്രിയ ഓൾസോ നോൺ ആസ് പവർ ഹൗസ് ഓഫ് ദ സെൽ അല്ലേ? ദെൻ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഇറ്റ് സിന്തസൈസ് പ്രോട്ടീൻസ്, ഇറ്റ് പ്രൊഡ്യൂസ് എനർജി, സ്റ്റോർ ജനറ്റിക് ഇൻഫർമേഷൻ, ബിൽഡ് സെൽ വാൾസ്. ഓക്കെ, സോ സിന്തസൈസ് പ്രോട്ടീൻസ് ആണോ? അല്ല. ദെൻ പ്രൊഡ്യൂസ് എനർജി, എനർജി പ്രൊഡക്ഷൻ ആണോ? അതുകൊണ്ടാണ് ഇവർ എന്തെന്ന് വിളിക്കുന്നത്? പവർ ഹൗസ് എന്ന് വിളിക്കുന്നത് അല്ലേ? അപ്പോൾ എനർജി പ്രൊഡക്ഷൻ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുക എന്നുള്ളതല്ല. ബിൽഡ് സെൽ വാൾസ് അല്ല. സെൽ വാൾസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാ? സെല്ലുലോസ് കൊണ്ടാണ് കേട്ടോ. സെല്ലുലോസ് ആൻഡ് ബാക്ടീരിയൽ സെൽ വാൾ ഇസ് മേഡ് അപ്പ് ഓഫ്. ഇത് നമ്മുടെ പ്ലാന്റ്സിന്റെ ആണ് സെല്ലുലോസ്. ബാക്ടീരിയൽ സെൽ വാൾ. Bacterial cell wall is made up of
peptidoglycan. Bacterial cell wall is made up of peptidoglycan. The mitochondria are powerhouse of the cell, responsible for producing energy in the form of ATP. അത് എപ്പോഴും ഓർത്തിരിക്കുക. എപ്പോഴും ATPയുടെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. ATP എന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി റിച്ച് മോളിക്യൂൾസ് ആണ് അല്ലേ? എനർജി റിച്ച് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ എനർജി റിച്ച് മോളിക്യൂൾസ് ആണ് ATP. ATPയുടെ ഫുൾ ഫോം പലർക്കും അറിയാമായിരിക്കും. നോട്ട് ചെയ്ത് വെക്കുക. അഡിനോസിൻ ട്രൈ ഫോസ്ഫേറ്റ്. Adenosine triphosphate, that is ATP. Okay, so energy rich particles ആണ്. ഈ ATP പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ജോലി എന്ന് പറയുന്നത്? മൈറ്റോകോൺട്രിയയുടെ ജോലി എന്ന് പറയുന്നത്. അങ്ങനെയാണ് പവർ ഹൗസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണ് ഇത് എനർജി പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് ഓർക്കുക. ഓക്കെ, മൈറ്റോകോൺട്രിയ ശരിക്കും ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ബ്രെയിനിലാണ് കേട്ടോ. ബ്രെയിനിലാണ് നമുക്ക് എനർജി കൂടുതൽ വേണ്ടത്. സെറിബ്രത്തിലാണ് മൈറ്റോകോൺട്രിയയുടെ ഫംഗ്ഷൻ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് എലമെന്റ് ഇസ് പ്രസന്റ് ഇൻ ഓൾ ഓർഗാനിക് കോമ്പൗണ്ട്സ്? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഏത് എലമെന്റ് ആണ് എല്ലാ ഓർഗാനിക് കോമ്പൗണ്ടുകളിലും ഉള്ളത്? എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് വെച്ചാൽ? ഇറ്റ് ഈസ് ബയോഡിഗ്രേഡബിൾ ആൻഡ് ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ലിവിങ് തിങ്സ് ആയിരിക്കും, ലിവിങ് ബീങ്സ് ആയിരിക്കും. ലിവിങ് ആയിരിക്കും ഇതിന്റെ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ എല്ലാം സോഴ്സ് എന്ന് പറയുന്നത്. ഒന്നല്ലെങ്കിൽ പ്ലാന്റ്സ് അല്ലെങ്കിൽ അനിമൽസ്. അങ്ങനെ ലിവിങ് ബീങ്സ് ആയിരിക്കും ഇതിന്റെ സോഴ്സ്. അപ്പോൾ ഇവർ ബയോഡിഗ്രേഡബിളും ആണ്. സോ ലിവിങ് തിങ്സിൽ നിന്നുണ്ടാവുന്ന കോമ്പൗണ്ട്സ് ആണ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഈ ഓർഗാനിക് കോമ്പൗണ്ട്സിലെല്ലാം തന്നെ കോമൺ ആയിട്ടുള്ളത് ആരാണ്? കാർബൺ. ഓക്കെ, കാർബണിന് 3 ഐസോട്ടോപ്പ് ഉണ്ട്, അറിഞ്ഞിരിക്കുക. കാർബൺ 12, കാർബൺ 13 ആൻഡ് കാർബൺ 14. അതിൽ കാർബൺ 14 ഐസോട്ടോപ്പിന്റെ നമ്മൾ എത്രത്തോളം ഇത് ഡീഗ്രേഡ് ആയിട്ട് പോകുന്നു, ഇതിന്റെ ഹാഫ് ലൈഫ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്? ഫോസിൽസിന്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, ഫോർ കാൽക്കുലേറ്റിംഗ് ഏജ് ഓഫ് ഫോസിൽസ്. സോ അതിനെ പറയുന്ന പേരാണ് കാർബൺ ഡേറ്റിംഗ്. കാർബൺ ഡേറ്റിംഗ് അല്ലെങ്കിൽ റേഡിയോ ഡേറ്റിംഗ്. കാർബൺ ഡേറ്റിംഗ് അല്ലെങ്കിൽ റേഡിയോ ഡേറ്റിംഗ്. Okay, so carbon is the fundamental element in all organic compounds, forming the backbone of organic molecules. Okay, അങ്ങനെ ഓർഗാനിക് മോളിക്യൂൾസ് ഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഓർഗാനിക് മോളിക്യൂൾസിന്റെ എല്ലാം ഒരു ബാക്ക് ബോൺ ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? കാർബൺ ആണ്. കാർബൺ ആണ് ഇതിന്റെ മെയിൻ എനർജി സോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മൂവ് ഓൺ ടു നെക്സ്റ്റ് സ്ലൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which process breaks down glucose to produce ATP? Okay, so ATP പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ആവുന്ന പ്രോസസ് ഇതിൽ ഏതാണ്? ഓക്കെ, ഓപ്ഷൻ എ ഫോട്ടോസിന്തസിസ്, ഓപ്ഷൻ ബി ഗ്ലൈക്കോളിസിസ്, ഓപ്ഷൻ സി ട്രാൻസ്ക്രിപ്ഷൻ, ഓപ്ഷൻ ഡി ട്രാൻസ്ലേഷൻ. നമ്മൾ നേരത്തെയുള്ള സ്ലൈഡ്സിൽ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്താണ് ട്രാൻസ്ലേഷൻ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതായിരുന്നു അല്ലെ. എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ DNA എന്താണ് RNA ആയിട്ട് മാറുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ RNAയിൽ നിന്ന് എന്ത് ഉണ്ടാവുന്നു? പ്രോട്ടീൻ അല്ലെ, പ്രോട്ടീൻസ് ഉണ്ടാകുന്ന പ്രോസസ്സാണ്, ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ലേഷൻ. ഇതിലെ ഫോട്ടോസിന്തസിസ് എന്ന് വെച്ചാൽ എന്താണ് അല്ലെ? പ്ലാന്റ്സ് ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്. അപ്പൊ ഫോട്ടോസിന്തസിസ് ലൈറ്റ് ഉപയോഗിച്ച് സംതിങ് സിന്തസൈസ് ചെയ്യപ്പെടുന്ന പ്രോസസ് ആണ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാല്. അപ്പൊ ഈ സിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താ? സംതിങ് ഫോർമേഷൻ ആണ്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ബ്രേക്ക് ഡൗൺ. ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്, ബ്രേക്ക് ഡൗൺ ആവുന്ന പ്രോസസ് ഏതായിരിക്കും? ഗ്ലൈക്കോളിസിസ്. ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് കൺവേർട്സ് ഗ്ലൂക്കോസ് ഇൻടു pyruvate, releasing energy used to form ATP. Okay, അതായത് ഗ്ലൈക്കോജൻ എന്തായിട്ട് കൺവേർട്ട് ആവും? പൈറുവേറ്റ്. ഓക്കെ, പൈറുവേറ്റ് അല്ലെങ്കിൽ പൈറുവിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ആവും. ഓക്കെ, കൺവേർട്സ് ഗ്ലൂക്കോസ് ഇൻടു പൈറുവേറ്റ്. അപ്പൊ ഗ്ലൈക്കോജൻ തന്നെയാണ് എന്ത്? ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അങ്ങനെ ഗ്ലൈക്കോജനെ പൈറുവേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ്. ഗ്ലൈക്കോജൻ എന്ത് ചെയ്യുന്നു? ലൈസിസ് സംഭവിക്കുന്നു, എന്ന് വെച്ചാൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നു. അപ്പൊ ഗ്ലൈക്കോളിസിസ്. അപ്പൊ ഗ്ലൈക്കോളിസിസ് ആ ഒരു വലിയൊരു പാത്വേ ആണ് ഈ ഗ്ലൈക്കോളിസിസ്. ഗ്ലൈക്കോളിസിസ് നടക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ATP റിലീസ് ചെയ്യപ്പെടും. ഓക്കെ, ഒരുപാട് എനർജി റിലീസ് ചെയ്യപ്പെടും. ദെൻ ഈ പൈറുവേറ്റ് വീണ്ടും ATP ഒക്കെ ആയിട്ട് മാറുന്ന വേറൊരു സൈക്കിൾ ഉണ്ട്. ഗ്ലൈക്കോളിസിന് ശേഷം നടക്കുന്ന സൈക്കിളാണ് ക്രിബ്സ് സൈക്കിൾ. അതും കൂടി ഓർത്തിരിക്കാം. ക്രിബ്സ് സൈക്കിൾ. അതിൽ നിന്ന് നമുക്ക് ഒരുപാട് എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിൽ വെച്ചും ക്രിബ്സ് സൈക്കിൾ നടക്കുന്നത് മൈറ്റോകോൺട്രിയയിൽ വെച്ചുമാണ്. ഓക്കെ, സോ
ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ ആവുന്ന പ്രോസസ് അല്ലെങ്കിൽ അതിൽ നിന്ന് എനർജി ATP പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ് എന്ന് പറയുന്നത് ഏതാണ്? ഗ്ലൈക്കോളിസിസ്. ഓപ്ഷൻ ബി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the role of ribosomes in a cell? ഈ വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് സെൽ ഓർഗനൽസിൽ തന്നെ ഏറ്റവും കൂടുതൽ PYQ ചോദിച്ചിരിക്കുന്ന ഒരു സെൽ ഓർഗനൽ എന്ന് പറയുന്നത് റൈബോസോം ആണ്. ഓക്കെ. റൈബോസോംസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ. പ്രൊഡ്യൂസ് എനർജി, സിന്തസൈസ് പ്രോട്ടീൻസ്, സ്റ്റോർ ജനറ്റിക് ഇൻഫർമേഷൻ, ബ്രേക്ക് ഡൗൺ വേസ്റ്റ്. വേസ്റ്റിന്റെ ബ്രേക്ക് ഡൗൺ ആണോ, ജനറ്റിക് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്നതാണോ, പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യുന്നതാണോ, എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ? എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞു മൈറ്റോകോൺട്രിയ അല്ലെ. മൈറ്റോകോൺട്രിയയിൽ നിന്നാണ് കൂടുതൽ എനർജി വരുന്നത്. നമ്മൾ നേരത്തെയുള്ള ക്വസ്റ്റ്യനിൽ നോക്കിയതുപോലെ ഈ ക്രിബ്സ് സൈക്കിൾ നടക്കുന്നത് എവിടെ വെച്ചാണ്? മൈറ്റോകോൺട്രിയയിൽ വെച്ചാണ്. അപ്പൊ ശരിക്കും എനർജി ഒരുപാട് വരുന്നത് മൈറ്റോകോൺട്രിയയിൽ നിന്നാണ്. ദെൻ സ്റ്റോർ ജനറ്റിക് ഇൻഫർമേഷൻ അതാരാണ്? അത് DNA ആണ് അല്ലെ. DNA അല്ലെങ്കിൽ RNA ആയിരിക്കും. ഇത് മൈറ്റോകോൺട്രിയ. ദെൻ ബ്രേക്ക് ഡൗൺ വേസ്റ്റ്. വേസ്റ്റിന്റെ ബ്രേക്ക് ഡൗൺ നടക്കുന്നത് ഒന്നല്ലെങ്കിൽ അത് ലൈസോസോമിൽ വെച്ചാണ്, അല്ലെങ്കിൽ അത് വാക്യൂളിൽ വെച്ചായിരിക്കും. വാക്യൂൾ അല്ലെങ്കിൽ ലൈസോസോം എന്ന് പറയുന്ന സെൽ ഓർഗനൽസിൽ വെച്ചാണ് ശരിക്കും വേസ്റ്റിന്റെ ബ്രേക്ക് ഡൗൺ നടക്കുന്നത്. ഓക്കെ. ലൈസോസോം ഇസ് ഓൾസോ നോൺ ആസ് suicidal bag of the cell. suicidal bag. ഇത് ശരിക്കും വേസ്റ്റിന്റെ മാത്രമല്ല ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ ആണ്. എന്ന് വെച്ചാൽ ഒരു സെല്ലിന്റെ അകത്ത് നടക്കുന്ന എല്ലാ കെമിക്കൽ വേസ്റ്റിന്റെയും ഒരു ഡൈജഷൻ ആണ്. ഇപ്പൊ ഒരു സെല്ല് ക്യാൻസറസ് സെല്ലായിട്ട് മാറുവാണ് എന്നുണ്ടെങ്കിൽ ആ സെല്ല് തന്നെ എന്ത് ചെയ്യും? ഈ സ്യൂസൈഡൽ ബാഗിന്റെ അകത്ത് പോയിട്ട്, അതായത് ആ സെല്ലിന്റെ അകത്ത് ലൈസോസോം ഉണ്ടാവും, ആ ലൈസോസോമിൽ പോയിട്ട് ഈ സെല്ല് നശിക്കും. അങ്ങനെയാണ് ശരിക്കും ഒരു ക്യാൻസറസ് സെല്ല് നമ്മുടെ ബോഡിയിൽ നശിച്ചു പോകുന്നത്. ശരിക്കും നമ്മുടെ ബോഡിയിൽ ഇഷ്ടംപോലെ ക്യാൻസറസ് സെൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് തന്നെത്താനെ എന്ത് സംഭവിക്കുന്നു? അതിന് സ്യൂസൈഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. കാരണം ലൈസോസോമിൽ പോയിട്ട് അത് തന്നെ ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ സംഭവിക്കുന്നു. ഓക്കെ. ഇതിന്റെ അകത്ത് ഒരു ഹൈഡ്രോളിറ്റിക് എൻസൈം ഉണ്ട്. ഹൈഡ്രോളിറ്റിക് എൻസൈം ആണ് ഈ ഇൻട്രാസെല്ലുലാർ ഡൈജഷന് കാരണമാവുന്ന എൻസൈം. ഇറ്റ് ക്യാൻ ഡൈജസ്റ്റ് ദി എൻറ്റയർ സെൽ. എൻറ്റയർ സെല്ലിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ഈ ഒരു ഹൈഡ്രോളിറ്റിക് എൻസൈമിനെ കൊണ്ട് സാധിക്കും. ഓക്കെ. ദെൻ വാക്യൂൾ എന്ന് പറയുമ്പോൾ എന്താണ്? വാക്യൂളാണ് മെയിൻലി വേസ്റ്റും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ. സോ അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ്? റൈബോസോമിന്റെ ഫംഗ്ഷൻ എന്താണ്? മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിന്തസൈസ് പ്രോട്ടീൻസ്. പലപ്പോഴും PYQ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുക സിന്തസൈസ് പ്രോട്ടീൻസ് എന്ന ആൻസറിൽ വരാറുണ്ട്, അല്ലെങ്കിൽ which is a site of translation. Okay, which is a site of translation എന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? റൈബോസോം ആണ്. അതായത് DNA-യും RNA, അതായത് DNA-യിൽ നിന്ന് DNA തന്നെ ഉണ്ടാവും റെപ്ലിക്കേഷൻ, DNA-യിൽ നിന്ന് RNA ഉണ്ടാവും ട്രാൻസ്ക്രിപ്ഷൻ, അതിനുശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? പ്രോട്ടീൻ ഉണ്ടാവുന്നത്, ട്രാൻസ്ലേഷൻ. അപ്പോ ഈ ഒരു റെപ്ലിക്കേഷൻ പ്രോസസ്സും ട്രാൻസ്ക്രിപ്ഷൻ പ്രോസസ്സും നടക്കുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിന്റെ അകത്ത് വെച്ചാണ്. ഓക്കെ. ഈ ന്യൂക്ലിയസിന്റെ അകത്ത് നിന്നുണ്ടാവുന്ന mRNA എങ്ങോട്ടേക്ക് വരും? പ്രോട്ടീൻ ഉണ്ടാവാൻ വേണ്ടി അത് റൈബോസോമിലോട്ട് വരും. റൈബോസോമില് ആരുണ്ട്? റൈബോസോമൽ RNA ഉണ്ട്. റൈബോസോമൽ RNA ഉണ്ട് റൈബോസോമില്. ദെൻ ട്രാൻസ്ഫർ RNA, അമിനോ ആസിഡ്സിനെ കൊണ്ടുവരുന്ന ട്രാൻസ്ഫർ RNA ഉണ്ട്. അതിന്റെ കൂടെ ഈ mRNA കൂടി, അതായത് ഇവിടെ നിന്ന് DNA-യിൽ നിന്നുണ്ടായ mRNA കൂടി ജോയിൻ ചെയ്ത് അത് എന്തായിട്ട് മാറും? പ്രോട്ടീൻ ആയിട്ട് മാറും. ഓക്കെ. സോ പ്രോട്ടീൻ സിന്തസിസ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ നടക്കുന്നത് എവിടെ വെച്ചാണ്? റൈബോസോംസിൽ വെച്ചാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the complementary base pair of adenine thymine in RNA? Okay, അതായത് അഡെനിൻ തൈമിൻ വാനിൻ സൈറ്റോസിനുമായിട്ട്. ഇതിൽ RNA-യിലുള്ള ഡിഫറൻസ് ഞാൻ എന്താ പറഞ്ഞേ? അഡെനിൻ ആരുമായിട്ടാണ് ഡബിൾ ബോണ്ട് ഫോം ചെയ്യുക? യുറാസിൽ അല്ലെ. അപ്പൊ AU അതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ബാക്കി ഒന്നും നോക്കി തന്നെ വേണ്ട. AU എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് നോക്കി ആൻസർ ചെയ്യാം. ഇൻ RNA adenine pairs with uracil forming a complementary base pair. അപ്പൊ അഡെനിന്റെ കോംപ്ലിമെന്ററി ബേസ് പെയർ RNA-യിൽ വരുന്നത് ഏതാണ്? യുറാസിൽ ആണ്. DNA-യിലാണെങ്കിലാണ് അത് തൈമിൻ ആയിട്ട് മാറും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which molecule serves as the primary carrier of energy in cells? നമ്മുടെ സെൽസിലെ എനർജിയുടെ പ്രൈമറി കാരിയർ. ഓക്കെ. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെയാണ് എനർജി റിച്ച് പാർട്ടിക്കിൾസ്, ATP ആണ്. ATP-യുടെ ഫുൾ ഫോം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ഓക്കെ. പ്രൈമറി കാരിയർ ഓഫ് എനർജി ഇൻ സെൽസ്, providing energy for most cellular processes. Okay. Next question.
വിച്ച് വൈറ്റമിൻ ഈസ് ഇമ്പോർട്ടന്റ് ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് മിക്കതും PYQ ആണ്. ഓക്കെ, സോ ഏത് വൈറ്റമിൻ ആണ് ബ്ലഡ് ക്ലോട്ടിങ്ങിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്? ഏതാണ്? വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ കെ. ഏതാണ് ആൻസർ? വൈറ്റമിൻ കെ ആണ്. ബ്ലഡ് ക്ലോട്ടിംഗ് വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് തന്നെ ഏതാണ്? വൈറ്റമിൻ കെ ആണ്. ഓക്കെ, സോ വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി ആണെങ്കിൽ നമുക്ക് ഹെമറേജ് അല്ലെ, ഹെമറേജ് സംഭവിക്കും, ബ്ലഡ് ക്ലോട്ട് ആവില്ല. ഇനി ബ്ലഡ് ക്ലോട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള 3-4 ഫാക്ടേഴ്സ് പഠിച്ചിരിക്കണം. ബ്ലഡ് ക്ലോട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള പ്ലാസ്മ പ്രോട്ടീൻ. വിച്ച് പ്ലാസ്മ പ്രോട്ടീൻ ഇസ് റെസ്പോൺസിബിൾ ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് ചോദിച്ചാൽ അത് ഫൈബ്രിനോജൻ. Okay, then which blood cell is responsible for ഇല്ലെങ്കിൽ which blood cell act on the process blood clotting എന്ന് ചോദിച്ചാൽ അത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. പ്ലേറ്റ്ലെറ്റ്സ് ആണ് ശരിക്കും ആ ഒരു ഇങ്ങനെ ഒരു മെഷ് ലൈക്ക് സ്ട്രക്ചർ ഇങ്ങനെ ഫോം ചെയ്യാനും അതിൽ തടഞ്ഞ് ഇതിലിങ്ങനെ തങ്ങി നിൽക്കാനും വരുന്ന ആൾക്കാർ പ്ലേറ്റ്ലെറ്റ്സ് ആണ്. അങ്ങനെ പ്ലേറ്റ്ലെറ്റ്സ് ഇങ്ങനെ മെഷ് ഫോം ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ബ്ലഡിനെ ക്ലോട്ട് ആക്കുന്നത് കൊണ്ടാണ് ബാക്കിയുള്ള ബ്ലഡ് സെൽസ് അത് എസ്കേപ്പ് ആവാതെ നമ്മുടെ ബോഡിയിൽ നിൽക്കുന്നത്. ഓക്കെ, എവിടെയെങ്കിലും വൂണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ. Then which metal is responsible for blood clotting എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കാൽഷ്യം ആണ്. ഓക്കെ, കാൽഷ്യം is responsible for blood clotting. അതിന്റെ കൂടെ തന്നെ പഠിച്ചു വെക്കുക which vitamin is responsible for blood clotting എന്ന് ചോദിച്ചാൽ നമ്മൾ ഇപ്പോൾ പഠിച്ചു വൈറ്റമിൻ കെ ആണ്. ഈ ഒരു 4 കാര്യങ്ങളും ഒരു ബോക്സിൽ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് പഠിക്കുക. ബിക്കോസ് ഇത് 4ഉം PYQ ആണ്. ബ്ലഡ് ക്ലോട്ടിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ 4 പോയിന്റും PYQ ആണ്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, ഇവിടെ വൈറ്റമിൻ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ്. വൈറ്റമിൻ എ ഗുഡ് ഫോർ അവർ ഐസ്, അതിന്റെ ഹെൽത്തിന് ആവശ്യം ഇവിടെ സ്റ്റോർ ചെയ്യുന്നു, ലിവറിൽ സ്റ്റോർ ചെയ്യുന്നു. വൈറ്റമിൻ ബി, ബി കോംപ്ലക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്, വാട്ടർ സോല്യൂബിൾ ആണ്. ബി കോംപ്ലക്സിന്റെ ഓരോ ബിന്റെ വൈറ്റമിൻസിനും ഓരോ പ്രത്യേകതകളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ B12ഉം B9 ഒക്കെ പറഞ്ഞതാണ്. ഇനി വൈറ്റമിൻ സി ഉണ്ട്, ചൂടാകുമ്പോൾ എന്ത് ചെയ്യും? നഷ്ടപ്പെടും. ഓക്കെ, വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും ഒക്കെ യെല്ലോ കളേർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സിലൊക്കെ കൂടുതൽ കിട്ടുന്നതാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which element is a component of chlorophyll? Chlorophyll ഉള്ള component. Okay, ഏതാണ്? അയൺ ആണോ, മഗ്നീഷ്യം, കാൽഷ്യം, പൊട്ടാസ്യം? നമ്മളിവിടെ കെമിക്കൽ റിയാക്ഷൻസ് ആണ്, അല്ലെങ്കിൽ കെമിസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ബയോളജിക്കൽ പ്രോസസ്സുകളിൽ ഉള്ള കെമിസ്ട്രി എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ അതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യമാണ് ക്ലോറോഫിലിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ക്ലോറോഫിലിന്റെ മുഴുവൻ സ്ട്രക്ചർ നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അതിന്റെ സെന്ററിലുള്ള എലമെന്റ് ഏതാണെന്ന് അറിഞ്ഞാൽ മതി. ദാറ്റ് ഈസ് മഗ്നീഷ്യം. മഗ്നീഷ്യം ആണ് ക്ലോറോഫിലിലെ സെന്ററിലുള്ള എലമെന്റ് എന്ന് പറയുന്നത്. അതേപോലെ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനിലുള്ള എലമെന്റ് ഏതാന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് അയൺ. ഓക്കെ, ഒരു അയൺ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഹീം ഗ്രൂപ്പും ഉണ്ടാവും, പ്ലസ് ഗ്ലോബിൻ ഗ്രൂപ്പ്. ഹീം ഗ്രൂപ്പ് ആൻഡ് ഗ്ലോബിൻ ഗ്രൂപ്പ് ആണ് നമ്മുടെ ഹീമോഗ്ലോബിന്റെ സ്ട്രക്ചറിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ആൽഫ ബീറ്റ ഗ്ലോബിൻ ഗ്രൂപ്പ് ഉണ്ടാവും, ദെൻ സെന്ററിൽ ഒരു ഹീം ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പൊ എപ്പോഴും ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ലോറോഫിലിലെ എലമെന്റ് ഏതാണെന്നും അതേപോലെ ഹീമോഗ്ലോബിനിലെ എലമെന്റ് ഏതാണ്. ക്ലോറോഫിലിലെ എലമെന്റ് മഗ്നീഷ്യം ആയിരുന്നു, ഹീമോഗ്ലോബിനിലെ എലമെന്റ് എന്ന് പറയുന്നത് അയൺ ആണ്. ഓക്കെ, മഗ്നീഷ്യം ഇസ് ദ കമ്പോണന്റ് ഓഫ് ക്ലോറോഫിൽ മോളിക്യൂൾ ആൻഡ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിന് ആവശ്യമായിട്ടുള്ളത് ഏതാണ്? ക്ലോറോഫിൽ എ ആണ് കേട്ടോ. ഓർത്തിരിക്കുക, ക്ലോറോഫിൽ എ ഇസ് ഇമ്പോർട്ടന്റ് ഫോർ, ഇതാണ് ശരിക്കും മേജർ പിഗ്മെന്റ് എന്ന് പറയുന്നത്. ഈ ക്ലോറോഫിൽ ഇരിക്കുന്നത് ക്ലോറോപ്ലാസ്റ്റിലാണ്. ക്ലോറോപ്ലാസ്റ്റ് ഒരു എന്താണ്? ക്ലോറോപ്ലാസ്റ്റ് ഒരു പ്ലാസ്റ്റിഡ് ആണ്. പ്ലാസ്റ്റിഡ്സ് എന്ന് പറഞ്ഞാൽ ദ സെൽ ഓർഗനൽസ് വിച്ച് ഇസ് ഓൺലി പ്രസന്റ് ഇൻ പ്ലാന്റ് സെൽസ്. പ്ലാന്റ് സെൽസിൽ മാത്രമുള്ള സെൽ ഓർഗനൽസ് ആണ് പ്ലാസ്റ്റിഡ്സ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ പ്ലാസ്റ്റിഡിലെ ഒരു ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ്, പ്ലാസ്റ്റിഡ്സ് തന്നെ പലതരത്തിലുണ്ട്. പ്ലാന്റ്സിലെ ഡിഫറെന്റ് പാർട്ടിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാസ്റ്റിഡ്സ് ആണുള്ളത്. അതില് ഒരു ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിഡ് ആണ്, ലീഫിലും തണ്ടിലൊക്കെ ഉള്ള പോലത്തെ ഒരു പ്ലാസ്റ്റിഡ് ആണ് ക്ലോറോപ്ലാസ്റ്റ്. ഈ ക്ലോറോപ്ലാസ്റ്റിലുള്ള പിഗ്മെന്റ് ആണ് ഇത് ക്ലോറോഫിൽ എ എന്ന് പറയുന്നത്. ക്ലോറോഫിൽ എ മാത്രമല്ല, ക്ലോറോഫിൽ ബി ഉണ്ട്, കാരോട്ടിൻ, സാന്തോഫിൽ പോലുള്ള പിഗ്മെന്റ്സും നമ്മുടെ പ്ലാന്റ്സിലുണ്ട്. പക്ഷെ ക്ലോറോഫിൽ എ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഡയറക്ട്ലി ഫോട്ടോസിന്തസിസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ബാക്കിയുള്ള ക്ലോറോഫിൽ ബി ഉണ്ട്, കാരോട്ടിൻ ഉണ്ട്, സാന്തോഫിൽ ഉണ്ട്. ഇതെല്ലാം എന്താണ്? ആക്സസറി പിഗ്മെന്റ്സ് ആണ്.
ഓക്കെ, ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ക്ലോറോഫിൽ എ മാത്രമാണ്. അത് ഓർത്തിരിക്കുക. അപ്പൊ ക്ലോറോഫിലുള്ള എലമെന്റ് ഏതാണ്? മാഗ്നീഷ്യം. ഓക്കെ, സോ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കി. ഇതെല്ലാം നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാം നന്നായിട്ട് പഠിച്ചിരിക്കുക. മിക്കതും അതില് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ഫിംഗർ പ്രിന്റ് സെർച്ചറിന്റെ കോഴ്സ് അവൈലബിൾ ആണ്. അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ലിങ്കിൽ കയറിയിട്ട് ഗൂഗിൾ ഫോമിൽ കയറിയിട്ട് അത് ഫിൽ ചെയ്യുക. സോ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, സോ ഈ ബാച്ചിൽ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും. പ്രത്യേകമായിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാവും. ദെൻ മോക്ക് ടെസ്റ്റുകൾ അല്ലെങ്കിൽ എക്സാം എടുക്കാറാവുന്ന വരെയുള്ള മോഡൽ ടെസ്റ്റുകളെല്ലാം ഉണ്ടാവും. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ദെൻ അപ് ടു എക്സാം വരെ നമുക്ക് നല്ലപോലൊരു ട്രെയിനിങ് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ കിട്ടും. ദെൻ റാങ്ക് ഹോൾഡേഴ്സിന്റെ നല്ലൊരു മെന്റർഷിപ്പ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.